قلبي دوما يغمرني من فيض ضياء. آيات المولى تدفعني نحو العليا. والكون الواسع في صدري أحضنه أرضا وسماء. يا ربي قد نلت. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുസമ്മിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8 ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞ് 9ാമത്തേതാണ് ഇനി പഠിക്കാനുള്ളത്. 9ഉം 10ഉം നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീലാ. واصبر على ما يقولون واهجرهم هجرا جميلا. صدق الله العلي العظيم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരോ കൽപ്പനകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. അതിൽ 9ാമതായി പറയുന്ന വിഷയം, 9ാമത്തെ ആയത്തിൽ പറയുന്നത് റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീല. മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും റബ്ബായ അള്ളാഹു, ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയ സ്ഥാനത്തിൻ്റെയും. മശ്രിഖ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം അല്ലേ. മഗ്രിബ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം, അതായത് പടിഞ്ഞാറ്, കിഴക്കും പടിഞ്ഞാറും എന്നർത്ഥം പറയാം. മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും റബ്ബായ അള്ളാഹു, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും റബ്ബ് അള്ളാഹു ആകുന്നു, അവൻ. അങ്ങനെ നമുക്ക് അർത്ഥം പറയാം. റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബി, അവൻ ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിനും റബ്ബാകുന്നു. എന്നിട്ട് എന്താ പറയണത്? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനും ഇല്ല. അതുകൊണ്ട് ഫത്തഖിദുഹു, അതുകൊണ്ട് താങ്കൾ വക്കീലൻ, അള്ളാഹുവിനെ ആക്കണം. ഫത്തഖിദുഹു, താങ്കൾ അള്ളാഹുവിനെ ആക്കണം, താങ്കൾ അവനെ ആക്കണം. എന്ത്? വക്കീലൻ, വക്കീലാക്കണം. നിങ്ങളെല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്ന ആൾ നിങ്ങൾ അള്ളാഹുവിനാക്കണം. വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ച് കാര്യങ്ങളും കേസൊക്കെ നടത്താനൊക്കെ നമ്മളെ വിട്ടുകൊടുത്ത് അയാളെ നമുക്ക് വേണ്ടി വാദിച്ച് നമ്മളെ ജയിപ്പിച്ച് അങ്ങനെ ഒരാളല്ല ഈ വക്കീൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കപ്പെടുന്നവനായി നിങ്ങൾ അള്ളാഹുവിനാക്കണം. ഒക്കെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. തവക്കുൽ പരിപൂർണ രൂപത്തിലാവുക എന്നാണ് പറഞ്ഞതിനർത്ഥം. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വകീലാ. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലാതിരിക്കയാൽ നമ്മളെന്ത് ചെയ്യണം? അള്ളാഹു അല്ലാതെ ഓരോ ഇലാഹുമില്ല. അപ്പോൾ അള്ളാഹിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹിനോട് പറയണം, ഒക്കെ അവനെ ഭരമേൽപ്പിക്കണം. ഇതാണ് ഈ ആയത്തിൻ്റെ ചുരുക്കം. അത് ആ അള്ളാഹുവിൻ്റെ വലിപ്പം പറഞ്ഞു തന്നതാണ്. മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും റബ്ബ് എന്ന് പറഞ്ഞാൽ വെറും കിഴക്കും പടിഞ്ഞാറും മാത്രമല്ല റബ്ബിൻ്റെത്, തെക്കും വടക്കൊക്കെ അള്ളാഹിൻ്റെ തന്നെയാണ്. അത് പ്രയോഗമാണ്. അങ്ങനെ സർവ്വത്തിൻ്റെയും അർത്ഥം എന്നാണ് അതിൻ്റെ അർത്ഥം. സർവ്വപ്രപഞ്ചത്തിൻ്റെയും റബ്ബായ അള്ളാഹു, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ വെറും ആകാശത്തിന് ഭൂമിയിൽ നല്ലല്ലോ. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പ്രപഞ്ചം മൊത്തം എന്നാണ് അവിടെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ മഹാപ്രപഞ്ചം കണക്ക് കൂട്ടിയാൽ നമുക്കൊരു പിടുത്തം കിട്ടാത്ത വലിപ്പമാണ് അതിൻ്റേത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ റബ്ബല്ലാതെ ഒരു ഇലാഹില്ല. ഫത്തഖിദ്ഹു വക്കീലൻ, നല്ല ഭരമേൽപ്പിക്കുന്നവൻ നിങ്ങൾ, നന്നായി നിങ്ങൾ അവനെ ഭരമേൽപ്പിക്കണം. തവക്കൽതു അലല്ലാഹ് എന്നുള്ളത് വണ്ടിയിൽ സ്റ്റിക്കർ എഴുതി തൂക്കാനോ അതല്ലെങ്കിൽ മാലയായി തൂക്കാനോ വീടിൻ്റെ ചുമരിൽ എഴുതി വെക്കാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഉള്ളതല്ല. അത് ഭരമേൽപ്പിക്കാനുള്ളതാണ്. ഹഖ തവക്കുൽ ചെയ്യണം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിനോട് ഹഖ തവക്കുലിഹി, ശരിയായ തവക്കുൽ ചെയ്യണം. ശരിയായ തവക്കുൽ ചെയ്താൽ നമ്മളെല്ലാ പ്രശ്നങ്ങളും അതോടെ പരിഹൃതമാവും. ഈ തവക്കുലിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ നമ്മളെ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലൊക്കെ നമ്മളെ നമ്മളെ അടിതെറ്റിക്കുന്നത്. പതറാതെ നിൽക്കണമെങ്കിൽ തവക്കുൽ ശരിയാവണമെന്നാണ്. എനിക്കെന്താ, ഇപ്പോൾ ഞാൻ അള്ളാഹിനെ ഏൽപ്പിച്ച ആളാണ്,
തവക്കൽനാ അലല്ലാഹ്. ഇനിയിപ്പോൾ അള്ളാഹ് എന്താ തീരുമാനിക്കുക, അള്ളാഹ്ക്ക് അള്ളാഹിൻ്റെ അടിമകളല്ല നമ്മൾ, അള്ളാഹിന് ഇഷ്ടമുള്ള ചെയ്തോട്ടെ, ഞാൻ അള്ളാഹുൽ പരമേൽപ്പിച്ചു എന്നൊരു നിലപാടാണ് എങ്കിൽ പിന്നെ എന്ത് വന്നാലും എന്താ മനുഷ്യന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇല്ല. ആ തവക്കുലിൻ്റെ കുറവാണ് നമ്മളെ ഈ ഒരായി പേടിയും ബേജാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹഖ് തവക്കുൽ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നിങ്ങൾ ശരിയായി കൊണ്ടു നടക്കണം എന്നതാണ് ഫത്തഖിദുഹു വക്കീല എന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല ഉദാഹരണങ്ങളും അതിന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പക്ഷികളെപ്പോലെ നിങ്ങൾ തവക്കുൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷികളുടേതുപോലെ നിങ്ങൾ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ അവരെ നോക്കുന്നത് പോലെ നിങ്ങളെ നോക്കുമായിരുന്നു. എന്താണ് പക്ഷികൾ ചെയ്യുക? അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വയറ് ഒട്ടിയിട്ടുണ്ടാവും, എന്നിട്ട് അങ്ങനെ പറന്ന് നടക്കും. അവർക്ക് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ഫുഡ് ഉണ്ടെന്നോ, ഇന്ന സ്ഥലത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടെന്നോ, നമ്മളമാർ ഇന്ന സ്ഥലത്ത് കല്യാണം ഉണ്ടെന്നോ, ഉച്ചക്കുണ്ടോ പിന്നെ പരിപാടി ഉണ്ടെന്നോ, അതല്ലെങ്കിൽ ഇന്നിപ്പോൾ വീട്ടിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ മീൻ വാങ്ങണം, ഇറച്ചി വാങ്ങണം, അതൊക്കെ വാങ്ങി റെഡിയാക്കി ആ ഒരു രൂപമൊന്നും അവർക്കില്ലല്ലോ. ആരാണ്ട് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന്, കൂട്ടുന്നുണ്ട് ഇറങ്ങുകയാണ്, എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പിൽ കാര്യങ്ങളൊക്കെ റബ്ബിനെ ഏൽപ്പിച്ചാൽ പിന്നെ എളുപ്പമാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കട്ടെ. വതവക്കൽ അലൽ അസീസ് അർ റഹീം, അസീസും റഹീമായ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യട്ടെ. അതാണ് തവക്കുൽ. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത ഹയ്യായ എപ്പോഴും ജീവിച്ചിരിക്കുന്ന റബ്ബുണ്ട് അവിടെ, ആ റബ്ബിൽ തവക്കുൽ ചെയ്യേ. നിങ്ങളെന്തിനാ വേറെ ബാങ്ക് ബാലൻസിൽ തവക്കുൽ ചെയ്യണം? എന്തിനാ നിങ്ങളെ ജോലിമ തവക്കുൽ ചെയ്യണം? എന്തിനാ? അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുണ്ടല്ലോ ഓന്നെ നോക്കിക്കോളെന്ന് പറഞ്ഞ് അയാൾ തവക്കുൽ ചെയ്യണം? എന്തിനാ? അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യും മനുഷ്യന്മാരെ. ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. എന്തൊരു നല്ല ആയത്താണ്, നമ്മുടെ എല്ലാ ടെൻഷനും മാറാനുള്ള മരുന്നാണ് ആയത്ത്. എന്താണെന്നറിയോ? പഠിച്ചോനെ അള്ളാഹു തആല പറയാൻ നബിയോട്, നബിയെ നിങ്ങൾ പറയണം, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് കണക്കാക്കിയതേ വരുള്ളൂ. ഹുവ മൗലാനാ, അവൻ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. എന്നിട്ട് റബ്ബ് പറയണം വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് കണക്കാക്കിയതേ വരുള്ളൂ എന്നാണ് ഉറപ്പിച്ച് വിശ്വസിച്ചാൽ പിന്നെ നമുക്ക് എന്തുണ്ടായാലും എന്താ, അത് റബ്ബിൻ്റെ തീരുമാനമല്ലേ? അതിൽ ക്ഷമിക്കുക, അത്രയുള്ളൂ. പിന്നെ പ്രയാസം ഉണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് വേണം തവക്കുൽ ചെയ്യാൻ കേട്ടോ. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഒട്ടകത്തെ കൊടുത്തിട്ട് അങ്ങാടിയിൽ അവിടെ വെച്ചിട്ട് പിന്നെ പള്ളിക്കൊക്കെ കയറിയിട്ട് കെട്ടിയിടാതെ അത് അതിൻ്റെ വഴിക്ക് പോകും. അങ്ങനെയല്ല, നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് തവക്കുൽ ചെയ്യണം. അപ്പോഴാണ് ശരിയായ തവക്കുലാവുക എന്നർത്ഥം. ഈ തവക്കുലാണ് നമ്മളെ കൃത്യമായി നേരായ വഴിയിലേക്ക് കൊണ്ടു നടക്കുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ തബത്തുലിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതും. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ സർറഹു അൻ യകൂന അഖ്വന്നാസി ഫല്യതവക്കൽ അലല്ലാഹ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തനായ ആകണം എന്നൊരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? ജിമ്മിന് പോകണമെന്നല്ല, സിക്സ് പാക്ക് ബോഡി ഉണ്ടാക്കണം എന്നല്ല, ഫല്യതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ അവൻ തവക്കുൽ ചെയ്യട്ടെ. ആലോചിച്ച് നോക്കണം നിങ്ങൾ അല്ലേ? ശരിയാണല്ലോ, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത ഒരാൾ പിന്നെ ആർക്കാണ് ഡിഫീറ്റ് ചെയ്യാൻ കഴിയുക? ആർക്കാണ് പരാജയപ്പെടുത്താൻ കഴിയുക? സൂറത്തു തലാഖിൽ അല്ലാഹു തആല ഈ തവക്കലിനെ കുറിച്ച് 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽപ്പെട്ട പ്രധാന ഒരു ഭാഗം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. കണ്ടോ? അള്ളാഹുവിൽ ആരെങ്കിലും തഖ്വ ചെയ്യുകയാണെങ്കിൽ, തഖ്വ ചെയ്താൽ റബ്ബ് കൊടുക്കുന്ന എന്താണ്? യജ്അൽ ലഹു മഖ്റജൻ, അവൻ്റെ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അറിയാത്ത രൂപത്തിൽ അള്ളാഹുവിന് റിസ്ക് കൊടുക്കും. എന്നിട്ട് പറയണം വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, തവക്കുൽ ആരെങ്കിലും അള്ളാഹുവിൽ ചെയ്താൽ അള്ളാഹ് മതിബെന്ന് അവനക്ക് ശരിയായ തവക്കുലാണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്. ഏറ്റവും വലിയ തവക്കുലിൻ്റെ ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ട് നമുക്ക് ഗുഹയിൽ നിൽക്കുന്ന സമയത്തെ അല്ലേ, മദീനയിലേക്ക് പോണ സമയത്ത് പോലും രണ്ടാളും അബൂബക്കർ തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റളിയല്ലാഹു അൻഹു ഗുഹയിലുണ്ടായിരുന്നില്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മേലെ നോക്കിയപ്പോൾ കാണുന്നുണ്ട് ഇവരെ കാല്, മുശ്രിക്കുകളെ കാല് കാണുന്നുണ്ട്. പടച്ചോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ ആരെങ്കിലും താഴത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേന്ന്.
അപ്പോൾ നബി എന്താ ചോദിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ശരിയാട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? ശരിയാട്ടോ, ആകെ ബേജാറായി പഠിച്ചോളൂ, ഇനിയിപ്പോൾ എന്താ കാട്ടെ, മേലെന്ന് താത്തുകൊക്കെ നമ്മളെ കാണുമല്ലോ എന്ന് പറഞ്ഞ് നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങളെ വേദനപ്പെടുത്തിയോ? ഇല്ല. എന്തേ പറഞ്ഞ്? എന്താ അബൂബക്കറെ റളിയല്ലാഹു അൻഹു, എന്താ എൻ്റെ വിചാരം? അങ്ങനെ ചോദിച്ചത്. യാ അബൂബക്കറെ മാ ളന്നുക, എന്താ നിങ്ങളെ വിചാരം? ബിസ്നനി, രണ്ടാൾ, നമ്മൾ രണ്ടാളും ഉള്ളൂ, അപ്പം നിങ്ങളെ വിചാരം? അല്ലാഹു സാലിസുഹുമ, അള്ളവിടെ മൂന്നാമതനായിട്ടില്ലേ? അള്ളാഹു മൂന്നാമതായിട്ടുള്ള രണ്ടാൾക്കാരെ കുറിച്ച് നിങ്ങളെ വിചാരം എന്താ? നിങ്ങളിപ്പോൾ എന്താ വിചാരിച്ചാൽ നമ്മൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ എന്നാ? അതാണ് തവക്കുൽ. കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങൾക്ക് ധൈര്യം പകരുകയാണ് റളിയല്ലാഹു അൻഹു. എന്നിട്ടാണല്ലോ അവർ താഴത്തേക്ക് നോക്കാതെ അവിടുന്ന് പോയത്. നമുക്ക് അവിടുത്തെ സംഭവങ്ങളൊക്കെ അറിയാലോ. ഗുഹയുടെ മുഖത്ത് ചിലന്തി വലയും പ്രാവും ഒക്കെ നമ്മളെ വിഷയങ്ങളൊക്കെ അറിയാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് മനുഷ്യൻ നമ്മൾ പറയണം. ഭയങ്കര ദിക്റാണത്. ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. അള്ളാഹുവിൽ ശരിയായ തവക്കുൽ ചെയ്താൽ അയാളെ വാക്കിൽ നിന്ന് വരുന്ന വാക്കാണ് ഹസ്ബുനല്ലാഹ്. അയാളെ വായിൽ നിന്ന് വരുന്ന വാക്കാണത് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഞങ്ങൾക്ക് അല്ലാഹ് മതി. ഏറ്റവും നല്ല വക്കീൽ അള്ളാഹുവാണ്. കാര്യങ്ങൾ ബരമേൽപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ലവൻ അള്ളാഹുവാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല വിഷയം പറയുന്നുണ്ട്. ആളുകളൊക്കെ കൂടെ, പിന്നെ സഹാബത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ആൾക്കാർക്കൊപ്പാടുങ്ങൾക്കെതിരെ സൈന്യവുമായി യുദ്ധത്തിന് പുറപ്പാടുമായി വരുന്നുണ്ടേ, നിങ്ങൾ പേടിച്ചോളി, ഇതാ നിങ്ങളൊന്നായിട്ടിപ്പം ആകെ കൂടെ നിലം പരിശാക്കാൻ പോകുന്നുണ്ടേ എന്ന് ആൾക്കാർ വന്ന് പറഞ്ഞപ്പോൾ ഓല് പറഞ്ഞതാണത് ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ. ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, ആളുകളൊക്കെ പടതാങ്ങൾക്കെതിരെ വരുന്നു ഒരുമിച്ച് കൂടിയിട്ട്, ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങളോളെ പേടിച്ചോളി, നിങ്ങൾ മാറിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ഫസാദഹും ഈമാന, ഇത് കേട്ടപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ കൂടി. എന്നിട്ട് ഓല് പറഞ്ഞു ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി. ഒരു വരായിരിക്കും എന്താ വെച്ചിട്ട് ഞങ്ങൾക്ക് അല്ലാഹുണ്ട് വനിഅമൽ വക്കീൽ. അത് ഏൽപ്പിക്കാൻ ഏറ്റവും നല്ല വക്കീൽ ആരാണ്? അള്ളാഹു തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തുണ്ടായി? ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞപ്പോൾ എന്തേ ഉണ്ടായി എന്ന് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നു. ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫദ്ലിൻ, അങ്ങനെ അള്ളാഹു അവർക്ക് നിഅമത്ത് ചെയ്തു കൊടുത്തു, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊടുത്തു. ലം യംസസ്ഹും സൂഉൻ, ഒരു വിഷമവും അവർക്ക് വന്നില്ല. നേരത്തെ പറഞ്ഞ ആൾക്കാരെ ഒരു മണ്ടിക്കോളിയോ എന്ന് പറഞ്ഞിട്ട് ഇവരും മിണ്ടാൻ നിന്നാലോ പേടിക്കാൻ നിന്നാലോ പിന്നെ അള്ളാഹു തആല അവരെ കൈവിടും. അതല്ല, ഇവർ നേരെ അള്ളാഹുവിൽ പരമേൽപ്പിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഫضൽ കൊടുക്കുകയും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വരാതെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. മാത്രമല്ല വത്തബഉ റിദ്വാനല്ലാഹ്, അള്ളാഹുവിൻ്റെ തൃപ്തി അവർക്ക് ലഭിക്കുകയും ചെയ്തു. അല്ലാഹു ഫദ്ലിൻ അളീം. അതാണ് തവക്കുലിൻ്റെ പവർ. അതാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴും, എന്ത് വിഷയങ്ങളാകട്ടെ, മക്കളുടെ കാര്യങ്ങളാകട്ടെ, കുടുംബത്തിൻ്റെ കാര്യങ്ങളാകട്ടെ, ജോലിയുടെ വിഷയങ്ങളാകട്ടെ, അസുഖത്തിൻ്റെ വിഷയങ്ങളാകട്ടെ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ, ഇത് നല്ലോണം ചൊല്ലുക. എന്നിട്ട് റബ്ബിൽ ബരമേൽപ്പിക്കുക. അല്ലാഹു തആല അതിന് കാര്യങ്ങൾ എളുപ്പമാക്കി തരും. യജഅലുഹു മഖ്റജ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ തഖ്വ ചെയ്ത് ജീവിക്കുകയും ചെയ്യുക. നമ്മുടെ ജീവിതം നമ്മൾ ക്ലിയറാക്കുക. പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കുക. എങ്ങനെയൊക്കെ സൂക്ഷിക്കാൻ കഴിയാനൊക്കെ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ തവക്കുൽ ചെയ്താൽ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല എളുപ്പമാക്കി തരും. അപ്പോൾ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇങ്ങനത്തെ ആൾക്കാരെ എന്നാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. മുതവക്കിലീങ്ങളായ ആളെ റബ്ബിക്ക് ഇഷ്ടമാണ്. തവക്കുൽ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ സുഖസൗകര്യങ്ങൾ പറഞ്ഞെടുത്ത് വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലനബുവ്വിഅന്നഹും മിനൽ ജന്നത്തി ഗുറഫൻ, സത്യവിശ്വാസം സ്വീകരിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് സ്വർഗത്തിൽ ചില റൂമുകൾ നമ്മൾ തയ്യാറാക്കും, വീടുകൾ തയ്യാറാക്കും, നല്ല സുഖസൗകര്യങ്ങളോട് കൂടി അടിയിലൂടെ പുഴകൾ ഒഴുകുന്ന. എന്നിട്ട് പറയാണ് അല്ലദീന, ആർക്കാണത് ഉണ്ടാക്കുകയെന്നറിയോ? ആർക്കാണ് അങ്ങനെ ഒരുക്കുകയെന്നറിയോ? അല്ലദീന സ്വബറു, ക്ഷമിച്ച ആളുകൾക്ക്, വഅലാ റബ്ബിഹിം യതവക്കലുൻ, തവക്കുൽ ചെയ്ത ആളുകൾക്കും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ക്ഷമിച്ച് നല്ല നിലക്ക് മുന്നോട്ട് പോയ ആളുകൾക്കാണ് അള്ളാഹു തആല ഇങ്ങനെ സ്വർഗത്തിൽ ഇത്രയും സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നത്. വേറൊരായത്തിൻ്റെ ഭാഗമാണ് വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വക്കീല. നിങ്ങൾ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തോ മതി, വകഫാ ബില്ലാഹി വക്കീല. ആണ്ടോ, വക്കീല അള്ളാഹു തന്നെ മതി, വേറൊരു വക്കീലും വേണ്ടാന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലലുണ്ടല്ലേ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് 3 പ്രാവശ്യം വീട്ടിൽ നിന്ന് ചെല്ലിൻ്റെ ഇറങ്ങിയാൽ ഉടനെ മലക്കൾ പറയുന്ന പോയിക്കോ ധൈര്യമായിട്ട് കുഫീതവ ഹുദീത്ത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടും പോവാം, നിങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ സന്മാർഗത്തിലായിട്ടുണ്ട്, നിങ്ങളിഞ്ഞി പോയി റാഹത്തായി പോയി തിരിച്ചു വന്നോളൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ് എന്ന് പറയും. എന്തേ കാരണം? നമ്മളവിടെ തവക്കുൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി എന്നതാണ്. അപ്പോൾ തവക്കുൽ എന്നത് വളരെ പ്രധാനമാണ്. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദുഹു വക്കീല. അള്ളാഹുവിനെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ബരമേൽപ്പിക്കണം.
ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് പറയാൻ അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.